ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ചേലക്കര പഞ്ചായത്തിലെ അനിയന്ത്രിതമായ ക്വാറികൾക്കെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. നിലവിലെ ക്വാറികളുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലും ആശങ്കയിലുമാണ്. അതിനിടെ പുതിയ ക്വാറികൾക്ക് കൂടി അനുമതി കൊടുക്കുന്നത് പ്രദേശവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KH ജലീൽ, ജനറൽ സെക്രട്ടറി PS സുധീർ, നിയോജക മണ്ഡലം സെക്രട്ടറി PM റഷീദ് മാസ്റ്റർ, മണ്ഡലം പ്രവർത്തക സമിതി അംഗം മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കരയിലെ ചാനലുകളിൽ വന്ന കോറി സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളുടെ ആശങ്ക അത് രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേരുകയും കോറി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിൽ 2 ദിവസം മുമ്പ് വന്ന വാർത്ത ഏകദേശം 21ഓളം കോറികൾ പുതിയതായി അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഒരു പ്രദേശം നിലവിലെ കോറികളിൽ തന്നെ അവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലും ആശങ്കയിലുമാണ്. അതിനപ്പുറത്ത് വീണ്ടും പുതിയ കോറികൾ അനുവദിച്ച് അവരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുകയും ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വയനാട് ദുരന്തമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന മണ്ണിടിച്ചിൽ വരെ. അപ്പോൾ ഇത്തരം ഒരു ദുരന്തങ്ങളിലേക്ക് ഒരു പ്രദേശത്തെ തള്ളിവിടാൻ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം ആണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വാർത്ത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യേണ്ടായി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് എടുത്ത നിലപാട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. അപ്പൊ ഇത്തരം പുതിയ കോറികളുടെ അനുമതിയും മറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെല്ലാം തന്നെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രയാസം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലെടുത്ത ഞങ്ങൾ കൂടിയാലോചിച്ചൊരു തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമതൊരു വിഷയം, CCയിൽ തന്നെ ഒരു വാർത്ത വന്നിരുന്നു. ഹിൽട്ടൺ കോറി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോറി ആരംഭിച്ചിട്ടുണ്ട്. അവർ പൊതുമരാമത്ത് പബ്ലിക് റോഡ് കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാണ് CCയിൽ വന്ന വാർത്ത. അതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ എയ്ക്ക് പരാതി കൊടുത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വന്യജീവി ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും നിവേദനം നൽകാനും കൂടി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കോറി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിന് പറയാനുള്ളത്, ചേലക്കര പഞ്ചായത്തിലെ ഈ പരക്കാട് മേഖല
ഇപ്പോൾ തന്നെ ഒരു ജനവാസ മേഖലയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം കരിങ്കൽ ക്വാറികൾ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ക്വാറികൾക്ക് അനുമതി കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വിദഗ്ധമായ ഒരു ഏജൻസിയെ വെച്ചുകൊണ്ട് ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിന് ശേഷം മാത്രമേ പുതിയൊരു ഒരു ക്വാറിക്ക് പോലും അനുമതി കൊടുക്കുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് മാറാൻ പാടുള്ളൂ. ഇവിടെ വ്യവസായികൾക്ക് കൊടുക്കുന്ന പരിഗണനയേക്കാൾ വലിയ പരിഗണന കൊടുക്കേണ്ടത് ആ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. വയനാടും പെട്ടിമുടിയൊക്കെ നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ദുരന്തം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ കരിങ്കൽ ക്വാറികൾക്ക് അനുമതി കൊടുക്കാനുള്ള നീക്കത്തെ മുസ്ലിം ലീഗ് ശക്തിയുക്തം എതിർക്കും. എന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ഈ വിഷയത്തിൽ അത് തന്നെ തുടരും. മറ്റൊന്ന്, ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ കടമുറികളുടെ ടെൻഡർ സംബന്ധിച്ചാണ് മുസ്ലിം ലീഗിന് ആക്ഷേപം ഉന്നയിക്കാനുള്ളത്. വർഷങ്ങളായിട്ട് ഒരേ പാർട്ടിക്ക് തന്നെ ടെൻഡർ കൊടുക്കുന്നു. അതിൽ മുസ്ലിം ലീഗിന് ആക്ഷേപമില്ല. പക്ഷേ ഈ ടെൻഡർ എടുക്കുന്ന ആളുകൾ അവർ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്താതെ മറ്റാളുകൾക്ക് കൂടുതൽ വാടകയ്ക്കായി മറിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കടമുറികൾ ഏതാണെന്ന് കണ്ടെത്തി ആ കടമുറികളൊക്കെ തന്നെ റീടെൻഡർ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണം. ഞങ്ങൾ വ്യാപാരികൾക്കോ വ്യവസായികൾക്കോ എതിരല്ല. നിലവിൽ ഉപജീവന മാർഗമായി ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ടെൻഡർ എടുക്കുന്ന ആളുകൾ ഇടനിലക്കാരായി മാറി വലിയ തുകയ്ക്ക് ഈ മുറികൾ മേൽവാടകയ്ക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ മാറ്റണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത്. അതുപോലെ തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാവുന്ന തരത്തിലുള്ള നിലപാടുകളിലേക്കും നീങ്ങണം. അത് ക്വാറിയായാലും മറ്റെന്തായാലും ആ തരത്തിലുള്ളൊരു നിലപാടായിരിക്കണം ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കേണ്ടത്. ഇന്ന് കൂടിയ മീറ്റിങ്ങിൽ വൈസ് പ്രസിഡന്റിന് കൃത്യമായ നിർദ്ദേശം പാർട്ടി കൊടുത്തിട്ടുണ്ട്. ആ തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഒരു കാലത്ത് ഇതിന്റെ മുന്നിൽ തന്നെ നയിക്കാൻ നിന്നിട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോ ഈ ക്വാറി സമരങ്ങൾ പ്രഹസനങ്ങളാകുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ സമരമുഖത്ത് വന്ന് സമരം ചെയ്യുകയും പിന്നീട് സമരസപ്പെടുകയും ചെയ്യുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗിനില്ല. അപ്പൊ ആ നിലപാട് സ്വീകരിക്കാറില്ല. ഞങ്ങൾ ജനങ്ങളുടെ ആശങ്കകൾ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കോടതിയാണ് അനുമതി കൊടുക്കുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. കോടതി അനുമതി നമ്മളതുമായി ബന്ധപ്പെട്ട അതിന്റെ അതോറിറ്റികളിൽ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി ഇതാണ്, ഏത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്, ഞങ്ങൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഹൈക്കോടതിക്ക് മുകളിൽ ഒരു ഇതെടുക്കാൻ മുസ്ലിം ലീഗിനും ഇപ്പൊ ആ പ്രദേശവാസി എന്ന നിലയിൽ എനിക്കും കഴിയില്ല. കാരണം സമരപ്രഹസനങ്ങൾ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാലോ. കാരണം നിങ്ങൾ നിരന്തരം വാർത്തകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. അപ്പോ അത്തരം പ്രഹസനങ്ങളിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുൻനിരയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും. ഒരു സംശയം അല്ല, ഞാൻ ഈ സമരസപ്പെടുന്ന സമരങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ സമരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അത്തരം സമരങ്ങളോട് ഒരിക്കലും മുസ്ലിം ലീഗ് ഇല്ല. സമരങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ സമരങ്ങൾ നിങ്ങൾ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പ്രദേശവാസിയാണ്, മുസ്ലിം ലീഗിനെ ഇതുവരെ സമരമുഖത്ത് കണ്ടിട്ടില്ല. അത്തരം സമരങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് വരില്ല. മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള അതിനു വേണ്ട
പരിഹാര മാർഗങ്ങളുമായിട്ടായിരിക്കും വരിക. അതിനാണ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബന്ധപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും ഒക്കെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അവരെ ബോധ്യപ്പെടുത്തി അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറയാനും വേണ്ടി ഞങ്ങൾ നേരിട്ട് പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞില്ല, അപ്പോൾ അതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ പുതിയ കോറി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹിൽട്ടൺ കോറിയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ അപേക്ഷ വരികയും അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇതാണ്. എന്നിട്ടും അവർക്ക് പ്രവർത്തനാനുമതി കിട്ടി. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേരത്തെ പറഞ്ഞ മാതിരി ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കകളും ഇതൊക്കെ നമ്മൾ അറിയിക്കും, നേരിട്ട് നിവേദനം നൽകും. അതുപോലെ തന്നെ ഇതിനെ മറികടക്കാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട കെ എം ഷാജി അവர்களுമായിട്ടും നേരിട്ട് സംസാരിച്ച് നിവേദനം നൽകാനാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. അതായത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം പുതുതായി തുടങ്ങുന്ന കോറികൾക്ക് അനുകൂലമായിട്ട് ആണ് വരുന്നതെങ്കിൽ അങ്ങനെ ആവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കോറികൾ പുതുതായി ആരംഭിക്കുന്ന കോറികൾക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഒരിക്കലും അതിനോടൊപ്പം നിൽക്കില്ല. ശക്തമായ വിയോജിപ്പ് യോഗത്തിൽ അറിയിക്കും, വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തും. പിന്നെ ഇപ്പം നേരത്തെ ചോദിച്ചത് നിങ്ങൾക്ക് തന്നെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ കോറിക്കെതിരെ സമരം നടത്തുകയും ഇങ്ങനെ ഒരു പുതിയ കോറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുന്നിലേക്ക് വരികയും ചെയ്യുമ്പോൾ രണ്ടിലെടുക്കുന്ന നിലപാട് ഒന്ന് തന്നെയാണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ കണ്ടെത്തുക. ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ മുന്നിലേക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വരുമ്പോൾ സമരത്തിനെടുത്ത നിലപാട് തന്നെയാണോ ഈ കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതൊന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. അതായത് ജനങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കാനുള്ള ആ കൃത്യ സമയപരിധിക്ക് തന്നെ നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ വരുത്തിയതും അതൊക്കെ നിങ്ങൾക്ക് തന്നെ ആക്ഷേപിക്കുന്നു നിങ്ങൾ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആരുടെയും ആക്ഷേപങ്ങളല്ല. അപ്പോൾ ആ തരത്തിലൊരു നേരത്തെ പ്രസിഡന്റ് ശ്രീ ജലീൽ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗിനെ കിട്ടില്ല. ഞങ്ങളൊരു സമരം ചെയ്ത് അതിൻ്റെ ഒരു ഷോ കാണിക്കുന്നതിനേക്കാൾ ഉപരി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. നമുക്ക് കോറികൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ നാളെ പറയും ഇവിടെ ഒരു 1-2 കോറികൾ ഇപ്പൊ നമുക്ക് വീട് പണിയണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വികസനത്തിന് ഇത് വേണ്ടേന്ന് ചോദിക്കും. അപ്പോ അത്തരം നമ്മൾ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് എതിരായിട്ട് സമരം ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ തന്നെ മുസ്ലിം ലീഗിനെതിരെ ഇതേപോലെ വാർത്ത കൊടുക്കും. കാരണം വികസന വിരോധികളെന്ന് ഞങ്ങൾ പക്ഷെ നിരന്തരമായി ഇപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊരു സമരത്തിന് വന്നു എന്നുള്ള ചോദ്യത്തിന്റെ ധ്വനിയിൽ അതിന് മറുപടിയായിട്ട് പറയുകയാണ്. അതായത് കൃത്യമായി ഇപ്പൊ നമുക്കിപ്പോ ഒരു സാധനം ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെന്ന് വെച്ചാൽ അതന്നെ ഫുള്ള് വികസനത്തിന് കല്ല് ആവശ്യമാണ്, അല്ലെങ്കിൽ വീട് പണിയാനും മറ്റുള്ള കാര്യങ്ങളും മതിൽ പണിയാനും ഒക്കെ കല്ലാവശ്യം. പക്ഷെ ഒരു പ്രദേശത്തെ 21ഓളം കോറികൾക്കൊക്കെ അനുമതി, നിലവിലുള്ള കോറികളുടെ സ്ഥിതിയെ വളരെ ദുരന്ത ഭൂമി പോലെയാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇനിയും ഒരു 21ഓളം കോറികൾ ഒരു പ്രദേശത്തേക്ക് അനുവദിച്ചു കൊടുത്ത് അതിപ്പോ ഏത് തരത്തിലായാലും ഇപ്പൊ കോടതി പോയിട്ടായാലും മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് വിയോജനക്കുറിപ്പ് എഴുതി അല്ലെങ്കിൽ പഞ്ചായത്ത് എതിർത്തു എന്നിട്ട് ലാസ്റ്റ് കോടതി പോയിട്ടാണ് അവർക്ക് അനുമതി കിട്ടുന്നത്. അപ്പൊ അത്തരം അനുമതികൾ കിട്ടിക്കഴിയുമ്പോൾ ഒരു പ്രദേശത്തെ ദുരന്തഭൂമിയാക്കാൻ വേണ്ടി തള്ളിവിടും. അത് 2 കൈയും കെട്ടി ഇനി നോക്കിയിരിക്കാൻ കഴിയില്ല. കൃത്യമായി സമരമുഖത്തുണ്ടാവും, അതിനു വേണ്ട നടപടികളിലേക്ക് കടന്നു. ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയാണ്. അതായത് ഞങ്ങൾ കോറി സമരങ്ങൾ ചെയ്യുന്നവർക്കെതിരോ അല്ലെങ്കിൽ പല സമരങ്ങളും ഇപ്പൊ ഇവിടെ നടക്കുന്നത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാം. ആ സമരങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു ഇതുണ്ട്. അതായത് സമരം ചെയ്യുകയും ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ
നമ്മള് കോടതിയിൽ നിന്നാണ് അനുമതി എന്ന് പറയുന്നത്. ഈ കോടതിക്ക് അനുമതി കൊടുക്കണം. കോടതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എല്ലാ രേഖകളും ശരിയായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ കോടതിയുടെ ഇതെന്താ വെച്ചാൽ കോടതി കൊടുക്കും. പക്ഷെ അതിനു മുമ്പേ നിങ്ങളൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു അനുമതിക്ക് വേണ്ട ഇതിന്റെ മെറ്റീരിയൽസ് എവിടെ നിന്ന് കളക്ട് ചെയ്തു, ഏതൊക്കെ ഭാഗത്തു നിന്ന് പോയി, ഈ പോകാനുള്ള അവസരങ്ങൾ എവിടെ നിന്നൊക്കെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് മാഷ് പറഞ്ഞ പോലെ നിങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു കൂടെ നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിങ്ങളും നമ്മളും ഒക്കെ, കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഞങ്ങൾ സമരമുഖത്തുണ്ടെങ്കിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതും നിങ്ങൾക്കാണ്. നിങ്ങളും കൂടി അത് ഞങ്ങളോട് കൂടി സഹകരിക്കാൻ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞു. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ എ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.